വയനാട് തോട്ടം ഭൂമി ലീഗ് തരം മാറ്റിയെന്ന കണ്ടെത്തലിൽ താലൂക്ക് ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡിന് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. അതിനിടെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കേസിൽ കക്ഷി ചേർക്കുന്നതിന് മുൻപ് തന്നെ ദുരന്തബാധിതരുടെ പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാനും ലീഗ് നീക്കം ആരംഭിച്ചു. അതേസമയം തൃക്കൈപ്പറ്റയിൽ ലീഗ് വിളിച്ചു ചേർത്ത ദുരന്തബാധിതരുടെ യോഗത്തിലും ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. തോട്ടഭൂമിയല്ലെന്ന് വിശദീകരിക്കാനായിരുന്നു ലീഗ് യോഗം വിളിച്ചു ചേർത്തത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ തോട്ടഭൂമി ഗുണഭോക്താക്കളുടെ പേരിലേക്ക് മാറ്റാൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത്. തോട്ടം ഭൂമി തരംമാറ്റിയെന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തലിൽ കേസെടുക്കാൻ അനുമതി തേടി സംസ്ഥാന ലാൻഡ് ബോർഡിന് സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ ഇപ്പോഴത്തെ ഉടമയായ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും കേസിൽ കക്ഷി ചേർക്കാൻ അനുമതി തേടി. സാദിഖ് അലി തങ്ങളുടെ പേരിലേക്ക് കൂടി നിയമ നടപടി എത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ഗുണഭോക്താക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത്. വരുന്ന ബുധനാഴ്ചയോടെ സർക്കാർ ലിസ്റ്റിൽ ഉള്ള 85 പേരിലേക്ക് സ്ഥലം മാറ്റി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. മുട്ടലിൽ ചേർന്ന മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗത്തിൽ PK ബഷീർ MLA രജിസ്ട്രേഷൻ നടത്തുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. വീട് പൂർത്തിയാക്കിയ ശേഷം വീടും സ്ഥലവും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകും എന്നായിരുന്നു ലീഗ് നേരത്തെ അറിയിച്ചത്. പദ്ധതിയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളിൽ ആശങ്കയറിയിച്ച ഗുണഭോക്താവിനോട് PK ബഷീർ MLA മോശമായ ഭാഷയിൽ സംസാരിച്ചെന്നും സൂചനയുണ്ട്. ചെങ്കല്ലാണോ കട്ടയാണോ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്ന് ചോദിച്ച ആളോട് ചെളി കൊണ്ടാണ് വീട് പണിയുക എന്നായിരുന്നു PK ബഷീറിന്റെ മറുപടി. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.